Welcome back to my channel, The V Journey. I'm V. Join me as I document my journey of life. അപ്പോൾ ഇന്നത്തെ ദിവസം ഇസ് 12th of April, അതായത് മറ്റന്നാൾ വിഷു ആണ്. അപ്പോൾ വിഷുവിന് മുന്നേ ആയിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ ഞാനൊന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നാളെയായിട്ട് വേണം നമുക്ക് കണി വെക്കാനുള്ള ഐറ്റംസും സദ്യക്കുള്ള ഐറ്റംസും ഒക്കെ ഷോപ്പ് ചെയ്യാനായിട്ട്. ഇറ്റ് വുഡ് ബി നൈസ് റൈറ്റ്. നാട്ടിലുള്ളവർക്കായാലും കാണാൻ പറ്റും ഇവിടെ ദുബായിൽ വിഷുവിൻ്റെ ടൈമിൽ എങ്ങനെയാണ് ഷോപ്സിലെ തിരക്കും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഒന്ന് കാണാം. ഞാൻ സദ്യയ്ക്കും വിഷുക്കണിക്കും വേണ്ട ലിസ്റ്റ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ ഷോപ്പിങ്ങിന് പോവാം. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. വിഷുവിൻ്റെ ഒരുപാട് ഓഫേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഇവിടെ ഈ കണി വിഷുക്കണി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട്. നല്ല ഭംഗിയായിട്ടുള്ളൊരു വിഷുക്കണിയായിരുന്നു. അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിലൂടെ വീഡിയോ എടുക്കുന്നത് കുറച്ച് ചാലഞ്ചിങ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഈ സ്ഥിരമായിട്ട് വ്ളോഗ് ചെയ്യുന്നവർക്കൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. വിഷു ആയതുകൊണ്ട് ഏറ്റവും തിരക്കുണ്ടായിരുന്നത് പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെയും സെക്ഷനിലായിരുന്നു. അപ്പം ഞാൻ നമുക്ക് ആവശ്യമുള്ള ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ വിഷുവിൻ്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഷോപ്പിംഗ് കഴിഞ്ഞ ക്ഷീണം മാറ്റാനായിട്ടൊരു സംഭാരമൊക്കെ കുടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പാർക്കിംഗ് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പബ്ലിക് പാർക്കിങ്ങിലാണ് വണ്ടി ഇട്ടത്. ശരിക്കും ഒരു യുദ്ധം കഴിഞ്ഞ് ഫീലുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഭയങ്കര തിരക്ക്. മുഴുവൻ സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ല. എനിക്കതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ ഏരിയയിൽ ഒരു ഫുട്ടേജും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് മേടിച്ചിരിക്കുന്നത്. ദർ ഈസ് വൺ തിങ് അബൌട്ട് ദുബായ്, യു ഡോണ്ട് ഫീൽ ലൈക്ക് നമ്മൾ കേരളം വിട്ട് വന്നതായിട്ട് ഫീൽ ചെയ്യത്തില്ല. സോ യാ, ബാക്ക് ഇൻ ദ ഡേ വെൻ ഐ വാസ് എ കിഡ് ഐ ഡോണ്ട് റിയലി റിമെമ്പർ ഞാനിങ്ങനെ പോയി ഷോപ്സിലൊക്കെ പോയി സാധനമൊക്കെ മേടിക്കുന്നു. അമ്മയുടെ കൂടെ എപ്പോഴും കുഞ്ഞിലേ പോയിട്ടുണ്ട്. വലുതായതിനു ശേഷം അതിനൊക്കെ മടിയായിരുന്നു. ഇപ്പോൾ വലുതായി ഇപ്പം ഞാൻ കല്യാണമൊക്കെ കഴിച്ച് സ്വന്തമായിട്ടൊരു ഫാമിലി ലീഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്നത്. പക്ഷേ ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ഇറ്റ് കേട്ടോ. വിഷുവിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ പോയി ഷോപ്പ് ചെയ്യുക, തിക്ക് തിരക്കിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ വെജിറ്റബിൾസ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇറ്റ്സ് നൈസ് ആക്ച്വലി. ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ഓൾ ഓഫ് ദാറ്റ്. പിന്നെ ഫ്ലവേഴ്സ്, വാഴയില, അതുപോലെ എണ്ണ, അങ്ങനെ കുറച്ച് ഐറ്റംസ് കൂടി ഇനി മേടിക്കാനുണ്ട്. യാ, സോ ഇപ്പോൾ എന്തായാലും നാളെ ഒന്നുകൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ ജസ്റ്റ് സ്റ്റിച്ച് ഓൾ ദ ഫുട്ടേജസ് ടുഗെദർ ആൻഡ് ദെൻ കണി ഒരുക്കുന്നതും സദ്യ ഉണ്ടാക്കുന്നതും സദ്യ കഴിക്കുന്നതും എല്ലാം കൂടെ ചേർത്തിട്ടൊരു വീഡിയോ ആയിരിക്കും വരുന്നത്. ഹായ്, ഇന്ന് ഏപ്രിൽ 13 രാത്രി 10 മണിയാണിപ്പോൾ. ഞാൻ ഇന്നും കുറച്ച് സാധനം കൂടെയൊക്കെ പോയി മേടിച്ചായിരുന്നു. പക്ഷെ ഞാനത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് ഫ്ലവേഴ്സും അങ്ങനെയുള്ള ഫ്രഷ് ആയിട്ട് ഇരിക്കേണ്ട ഐറ്റംസ് ഒക്കെ പോയി ഇന്ന് മേടിച്ചു. സോ അപ്പോൾ നമുക്കിനി കണി സെറ്റ് ചെയ്യാം. വിഷുക്കണി സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. എസ്തറ്റിക് ആയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ വരുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ടൈം ലാപ്സ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഫൈനലി നമ്മുടെ കണിയുടെ ലുക്ക് ഇങ്ങനെയായിരുന്നു ഇരുന്നത്. ഇനി രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കിയിട്ടാണ് നമ്മൾ കണി കാണിക്കുന്നത്. സോ രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ട് വിഷുക്കായി നീട്ടമൊക്കെ മേടിച്ചു. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ കണി ഇരുന്നത്. ഗുഡ് മോർണിംഗ്. അങ്ങനെ വിഷുക്കണിയൊക്കെ കണ്ടു. ഇപ്പോൾ ടൈം 5:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കുറച്ച് നേരം കിടന്ന് ഉറങ്ങണമെന്നുണ്ട്. ഉറക്കം വരുമോ എന്നറിയത്തില്ല. അപ്പോൾ
കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, സദ്യ ഉണ്ടാക്കണം. ആദ്യം ഞങ്ങൾ സദ്യ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്തായാലും ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ ആണ്, അപ്പോൾ ഈവനിങ്ങേ സദ്യ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പയ്യെ ഒരു കുഞ്ഞ് സദ്യ തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അതായിരിക്കും അടുത്തത്. ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. സോ വിഷു രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നത്തെ മെനു ഇസ് ദോശ, ചമ്മന്തി ആൻഡ് വട, പിന്നെ ചായ ഓഫ് കോഴ്സ്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ഇറ്റ്. രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ്സ് അതുപോലെ ന്യൂസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ പെർപ്ലെക്സിറ്റിയിലും അങ്ങനെ കുറച്ച് ആപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്ന് നോക്കും. എല്ലാ ദിവസവും ഒന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ചിരുന്ന് ചായ കുടിക്കാനൊന്നും പറ്റാറില്ല. യൂഷ്വലി വീക്കെൻഡ്സ് ഒക്കെയാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ വിഷു ആയതുകൊണ്ട് രണ്ടുപേരും നേരത്തെ എണീറ്റു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് വീട്ടിലും വിളിച്ച് ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദോശ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ആ കൊറിയാൻ്റെ ചട്നിയും വടയും, ആഹാ അടിപൊളി വിഷു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് എൻ്റെ പരിപാടികളിലേക്ക് കിടന്നു. ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നത്. ഒരേ സ്ഥലത്തിരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ നമ്മുടെ കൗച്ചിൽ വന്നിരുന്നാണ് ബാക്കി പണിയെല്ലാം എടുത്തത്. അപ്പോൾ ഞാൻ ചെയ്യാനുണ്ടായിരുന്ന പരിപാടികളും കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം തീർത്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് സദ്യ ഉണ്ടാക്കാനായിട്ട് കയറാം. ഇപ്പോൾ സമയം 1:45. ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ അതാണ് എൻ്റെ ലഞ്ച്. രാത്രി എന്തായാലും സദ്യ ഉള്ളതുകൊണ്ട് ഹെവി ആവുമല്ലോ. അപ്പം ബാലൻസ് ചെയ്യാനായിട്ട് ലൈറ്റ് ആയിട്ടുള്ളൊരു ലഞ്ച് കഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് സദ്യ ഉണ്ടാക്കാൻ പോവാം. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ പാട്ടോ സിനിമയോ എന്തെങ്കിലും ഇട്ടിട്ടാട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് ബോറടിക്കത്തില്ല. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്, പിന്നെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്, അതുപോലെ കായും പയറും കൂടെ വെച്ചിട്ടുള്ള ഒരു തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് സേമിയ പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ബിക്കോസ് ഇറ്റ്സ് ദി ഈസിയസ്റ്റ് പായസം ടു മേക്ക്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ സദ്യക്ക് വേണ്ട എല്ലാ ഐറ്റംസും റെഡിയായി. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഫ്രണ്ടായ വിനോദേട്ടനും കൂടെ ജോയിൻ ചെയ്തു സദ്യ കഴിക്കാനായിട്ട്. ഒരുപാട് വിഭവസമൃദ്ധമൊന്നും അല്ലെങ്കിലും ഒരു കുട്ടി സദ്യ തട്ടിക്കൂട്ടാനായിട്ട് പറ്റി. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസം അങ്ങനെയാണ് എൻഡ് ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു വർക്കിംഗ് ഡേ വിഷു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.